ഭഗവത്ഗീതയിലെ 18-ാം അധ്യായം. അർജുനവചനം. സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശിനിഷൂദന. ഹേ കൃഷ്ണ, സന്യാസം എന്ന പദത്തിനും കർമ്മത്തിനും അർത്ഥമെന്താണ്? ത്യാഗം എന്നതിൻ്റെ സത്യമെന്താണ്? എന്നോട് വിവരിച്ചാലും. ശ്രീകൃഷ്ണ വചനം. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മബലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഃ. ചില ഋഷിമാരുടെ അഭിപ്രായത്തിൽ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നതാണ് സന്യാസം. മറ്റു ചിലർ പറയുന്നു കർമ്മബലത്യാഗമാണ് യഥാർത്ഥത്തിലുള്ള ത്യാഗത്തിൻ്റെ അർത്ഥമെന്ന്. ത്യാജ്യം ദോഷവദിത്യേകൈ കർമ്മ പ്രാഹുർമനീഷിണഃ യജ്ഞദാനതപഃകർമ്മ ന ത്യാജമിതി ചാപരേ. മറ്റു ചില ജ്ഞാനികൾ പറയുന്നു എല്ലാ കർമ്മത്തിലും സ്വാർത്ഥതയുടെ അംശമുള്ള എല്ലാ കർമ്മവും ഉപേക്ഷിക്കേണ്ടതാണെന്ന്. എന്നാൽ മറ്റു ചിലരാകട്ടെ വീണ്ടും അവരുടെ അഭിപ്രായം പറയുന്നു യജ്ഞം, ദാനം, തപസ് ഇവ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്, കർമ്മത്തിൻ്റെ ഭാഗമായി തന്നെ അവയെല്ലാം ചെയ്യേണ്ടതാണ് എന്ന്. നിശ്ചയം ശൃണുമേ തത്ര ത്യാഗേ ഭരതസത്തമ ത്യാഗോ ഹി പുരുഷവ്യാഘ്ര ത്രിവിധഃ സംപ്രകീർത്തിതഃ യജ്ഞദാനതപഃകർമ്മ ന ത്യാജ്യം കാര്യമേവ തത് യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. സന്യാസത്തെക്കുറിച്ച് പല ഋഷിവര്യന്മാരുടെ അഭിപ്രായം നീ കേട്ടു. ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാം. ത്യാഗത്തെക്കുറിച്ചും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ത്യാഗം തന്നെ 3 വിധത്തിലുണ്ട്. യജ്ഞം, ദാനം, തപസ് ഇവ ഉപേക്ഷിക്കാതെ ഇവ ജ്ഞാനികളെ പരിശുദ്ധരും ശ്രേഷ്ഠരുമാക്കുന്നതായതിനാൽ അവയിൽ ത്രിഗുണത്തെ അറിഞ്ഞ് അവയിലുള്ള സത്വരജസ് തമോ ഗുണങ്ങളുടെ ഇൻഫ്ലുവൻസ് അറിഞ്ഞുകൊണ്ട് വേണം അവയെ അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനും. ഏതാന്യപിതു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. എൻ്റെ ഉത്തമ വിശ്വാസമിതാണ്, ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവയിൽ ആസക്തിയില്ലാതെ, അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ധർമ്മമായി ഈശ്വരീയാനുഷ്ഠാനമായി അനുഷ്ഠിക്കേണ്ടതാണ്. ഇത് കർത്തവ്യം മാത്രമാണ് എന്ന് വിചാരിച്ചാണ് നീ അതനുഷ്ഠിക്കേണ്ടതും. നിയതസ്യതു സന്യാസ കർമ്മണോ നോപപദ്യത്തെ മോഹാത്തസ്യ പരിത്യാഗാസ്താമസ പരികീർത്തിതഃ. അത്യാഗ്രഹത്തോടെയുള്ള സ്വാർത്ഥകർമ്മം നിശ്ചയമായും ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ സ്വധർമ്മം ഇപ്രകാരത്തിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല. അജ്ഞത കൊണ്ട് സ്വധർമ്മം ഉപേക്ഷിക്കുന്നത് താമസികമായ പ്രവൃത്തിയാണ് എന്നോർക്കുക. ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. എല്ലാ കർമ്മത്തിലും ദുഃഖമുണ്ട്, എല്ലാ കർമ്മത്തിലും സുഖത്തിൻ്റെ അംശവുമുണ്ട്. ശാരീരികമോ മാനസികമോ ആയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന് എന്ന് വിശ്വസിച്ച് കർമ്മം ചെയ്യാതെ ആ കർമ്മത്തെ ഉപേക്ഷിച്ചാൽ, കർമ്മബലത്യാഗം ചെയ്താൽ പോലും രാജസീകമായ നിഷ്പ്രയോജനപരമായ കർമ്മമായിരിക്കും അത് സാത്വികമായ ത്യാഗമല്ല, രാജസീകമായ ത്യാഗമായിരിക്കും. കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയത്തെ അർജുന സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മതഃ. ധർമ്മമായി കരുതി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ശ്രദ്ധിക്കാതെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് സാത്വികമായ കർമ്മമായി തീരുന്നത്. ന ദ്വേഷ്ട്യ കുശലം കർമ്മ കുശലേ നാനുഷജ്ജതേ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ചിന്ന സംശയ. ശാശ്വത സന്തോഷത്തിന് കാരണമല്ലാത്ത കർമ്മവും കർമ്മബന്ധം നിശ്ചയമായും ഉണ്ടാകും എന്നതറിയാവുന്ന കർമ്മവും സംശയത്തോടെ മാത്രം ചെയ്യേണ്ടി വരുന്ന കർമ്മവും ത്യജിക്കുന്നത് ബുദ്ധിമാന്റെ ലക്ഷണമാണ്. അത് സാത്വികമായ കർമ്മവുമാണ്. ന ഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ
യസ്തു കർമ്മഫലത്യാഗി സത്യാഗീത്യഭിധീയത്തെ. ത്യാഗിയെക്കുറിച്ചുള്ള വിവരണമാണ് ശ്രീകൃഷ്ണൻ നൽകുന്നത്. സ്വന്തം ശരീരമുള്ളവന്, ജീവിക്കുന്നവന്, സമൂഹത്തിൽ വർത്തിക്കുന്നവന് സർവകർമ്മവും ഉപേക്ഷിക്കുക എന്നുള്ളത് അസാധ്യമായതിനാൽ കർമ്മബലമാണ് ത്യജിക്കേണ്ടത്. അതിനാൽ കർമ്മബലം ത്യജിക്കുന്നവനാണ് യഥാർത്ഥത്തിലെ ത്യാഗിയായിരിക്കുന്നത്. എല്ലാത്തിനെയും ഭയന്ന് ആത്മീയതയുടെ പേരിൽ സർവകർമ്മവും ഉപേക്ഷിക്കുക എന്നുള്ളത് ത്യാഗത്തിൻ്റെ ലക്ഷണമല്ല എന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുന്നു. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഫലം ഭവത്യ ത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. സമൂഹത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ലഭിക്കുന്ന ഫലം തന്നെ മൂന്ന് വിധത്തിലാണുള്ളത്. ഇഷ്ടമുള്ള ഫലം, ഇഷ്ടമില്ലാത്ത ഫലം, ഇഷ്ടമുള്ളതിനും അനിഷ്ടമുള്ളതിനും ഇടയ്ക്കുള്ള മിശ്രിതമായ ഫലം. ഇപ്രകാരം മൂന്ന് ഫലങ്ങളുണ്ട്. ത്യാഗിക്ക് ഈ മൂന്ന് ഫലങ്ങളും ത്യജിക്കുവാൻ സാധിക്കുന്നു. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധമേ സാങ്ക്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. സർവകർമ്മങ്ങൾക്കും ആധാരഭൂതമായിരിക്കുന്ന 5 കാരണങ്ങളാണ് ഉള്ളത് എന്ന് സാങ്ഖ്യയോഗ ശാസ്ത്രത്തിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഈ 5 കാരണങ്ങളെക്കുറിച്ചും ഹേ അർജുന, നീ എന്നിൽ നിന്നറിഞ്ഞാലും അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അത്യുജ്വലമായൊരു വരിയാണ് ശ്രീകൃഷ്ണൻ ഇതിലൂടെ പറയുന്നത്. അത്യന്താധുനികമായ തെർബ്ലിക്സ് ഉപയോഗിച്ചുള്ള സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ. കർമ്മത്തെ ബാധിക്കുന്ന 5 ഘടകങ്ങൾ: കർമാധിഷ്ഠാനം, കർത്താവ്, കർമ്മം, കർമ്മത്തിൽ ബന്ധപ്പെടുന്ന ശരീരഭാഗങ്ങൾ, പ്രവൃത്തിയുടെ വിവിധ ചലനങ്ങൾ അഥവാ തെർബ്ലിക്സ്. 5ാമതായി പ്രവൃത്തിക്ക് കാരണഭൂതമാകുന്ന പ്രപഞ്ച ചൈതന്യം അഥവാ ഊർജം അഥവാ ഈശ്വരൻ, ദൈവം എന്ന അർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ 5 ഘടകത്തെ വിവരിക്കുന്നു. ശരീര വാങ് മനോഭിർ യത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. ശാരീരികമായോ അത് തെറ്റോ ശരിയോ ആയിട്ടുള്ള ഏത് കർമ്മത്തിനും ശരീരം, വാക്ക്, മനസ്സ് എന്നിങ്ങനെയുള്ളതിൽ ഏതുമാകട്ടെ അവയ്ക്കെല്ലാം തന്നെ 5 ഘടകങ്ങളാണുള്ളത്. ആ കർമ്മം ശരിയാകാം, തെറ്റാകാം, ശരീരം കൊണ്ടാകാം, വാക്കുകൊണ്ടാകാം, മനസ്സുകൊണ്ടാകാം, ചിന്ത കൊണ്ടാകാം. ഏതുമായാലും അതിന് 5 ഘടകങ്ങളാണ് വർത്തിക്കുന്നത്. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യൻ കൃതൻ ബുദ്ധിർന്വാന്ന സപശ്യതി ദുർമതിഃ. ഇവയൊന്നും ചിന്തിക്കാതെയാണ് അല്പബുദ്ധികളെല്ലാം അവൻ തന്നെ സ്വയം ചെയ്യുന്നു എന്ന് വിചാരിച്ച് അഹംബത് ഭാവത്തോടെ വർത്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർ യസ്യ ന ലിപ്യത്തെ ഹത്വാപി സ ഇമാം ലോകാൻ നഹന്തി ന നിബധ്യത്തെ. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ബുദ്ധിയിൽ ഉദിക്കാത്ത വ്യക്തി ആരെല്ലാം വധിച്ചാൽ പോലും വധിക്കുന്നതിന് ആധാരമാകുന്നില്ല. വധമെന്ന കർമ്മബന്ധത്തിൽ പോലും അദ്ദേഹം പെടുന്നില്ല. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇതെല്ലാം അവനിൽ വന്ന് ചേരുന്നത്. അതേ സമയത്ത് പ്രകൃതിയുടെ നിയമത്തിലൂടെ, ധർമ്മത്തിലൂടെ, രാഷ്ട്ര സംരക്ഷണത്തിനായി ഞാൻ ഒരു ഹേതു മാത്രമാണ് എന്ന് ധരിച്ചു ചെയ്യുമ്പോഴാണ് കർമ്മഫലം അവനെ ബാധിക്കാതെ വ്യക്തമായി മാറിപ്പോകുന്നത്, ധർമ്മമായി തീരുന്നത്. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കരണം കർമ്മകർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ. അറിയുന്നവൻ അഥവാ ജ്ഞാനി, അറിയേണ്ടത്, അറിവ്, ഇപ്രകാരം 3 കാര്യങ്ങൾ ജ്ഞാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ്. അപ്രകാരം തന്നെ കർമ്മം ചെയ്യുന്നവൻ ചെയ്യേണ്ട കർമ്മം, പ്രവൃത്തി ഓർ പ്രോസസ് ഓഫ് ഡൂയിങ് ഇറ്റ്, ഇവ കർമ്മത്തിൻ്റെ ഘടകങ്ങളായി വർത്തിക്കുന്നു. ജ്ഞാനം കർമ്മചകർത്താ ച ത്രിധൈവ ഗുണഭേദതഃ
പ്രോച്യത്തെ ഗുണസംഖ്യാനേ യഥാവശൃണുതാന്യപി. അറിവ്, കർമ്മം, കർത്താവ് ഇവ ത്രിഗുണസമന്വിതമാണ്. കാരണം ഇതിൽ സത്വഗുണം, രജോഗുണം, തമോ ഗുണം ഇവ മൂന്നിനെയും ബാധിക്കാം. അത്തരത്തിലുള്ള വിവരണവും നീ എന്നിൽ നിന്ന് തന്നെ അറിയേണ്ടതാണ്. സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷത്തെ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. സാത്വികമായ ജ്ഞാനത്തെക്കുറിച്ചാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിക്കുന്നത്. അതായത് കർത്താവ് കർമ്മം ചെയ്യുന്നതിന് ആധാരമായ ജ്ഞാനത്തെക്കുറിച്ച്, അതിൻ്റെ ഗുണദോഷത്തെക്കുറിച്ച്. വിവിധ രീതിയിലുള്ള കർമ്മത്തിൽ സർവ്വത്തിലും ഒരേ രീതിയിലുള്ള ചൈതന്യമാണ് വർത്തിക്കുന്നത് എന്ന് നീ അറിയേണ്ടതാണ്. അത് സർവചരാചരങ്ങളിലും വർത്തിക്കുന്നു. ഏത് രൂപത്തിലോ ഏത് ആകൃതിയിലോ എന്നറിയുവാൻ അസാധ്യമാണെങ്കിൽ പോലും ജ്ഞാനത്തിനാധാരമായ, കർമ്മത്തിനാധാരമായ, കർത്താവിനാധാരമായ പ്രവർത്തിക്കുന്ന ചൈതന്യത്തെ അറിയുന്ന ആ നോളജ്, ആ അറിവാണ് സാത്വികമായ അറിവ് എന്ന് പറയുന്നത്. പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക് വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധിരാജസം. വിവിധ ഭാവഭേദങ്ങളോടെ സർവ്വത്തിലും വസിക്കുന്ന ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങളും അംശങ്ങളുമാണെന്ന് ജ്ഞാനമാണ് നമുക്കുള്ളത് എങ്കിൽ ആ ജ്ഞാനം രാജസീകമാണ്. ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലും വർത്തിക്കുന്നു എങ്കിലും അവയിലെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഒരേ ചൈതന്യമാണെന്നറിയുന്നത് സാത്വിക ജ്ഞാനം. വിവിധ ചൈതന്യമാണ്, വിവിധ മാനിഫെസ്റ്റേഷൻ ആണ് എന്ന് വ്യത്യസ്ത രൂപത്തിലാണുള്ള അറിവാണ് എങ്കിൽ അത് രാജസീകമായ ജ്ഞാനമായിത്തീരുന്നു. യത്തു കൃത്സ്നവദേതേകസ്മിൻ കാര്യേ ശക്തമഹൈതുകം അതത്വാർത്ഥവദൽപം ച തത് താമസമുദാഹൃതം. എല്ലാ ജ്ഞാനവും ഒരു കാര്യത്തിൽ തന്നെ വർത്തിക്കുന്നു. അതൊന്നു മാത്രമേ ശരിയായിട്ടുള്ളൂ, അതെനിക്കറിയാവുന്നതാണ് എന്ന അടിസ്ഥാനരഹിതവും അശാസ്ത്രീയവുമായ ജ്ഞാനമാണ് ഒരു വ്യക്തിയിലുള്ളത് എങ്കിൽ ആ ജ്ഞാനത്തെ അല്പജ്ഞാനം അല്ലെങ്കിൽ താമസിക ജ്ഞാനം എന്ന് പറയാം. അതായത് എല്ലാ ജ്ഞാനത്തിനും ഹേതുവായ വസ്തുവിനെ കുറിച്ചുള്ള അജ്ഞത കൊണ്ട്, ഈശ്വര ചൈതന്യത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ട് ഈശ്വരനെ പോലും അവനവൻ്റെ പ്രവർത്തനത്തിന് ആധാരമായ ഞാൻ ചെയ്യുന്നു എന്ന അറിവ് ഒരു വ്യക്തിയിൽ അല്പബുദ്ധിയുടെ മനസ്സിലുദിക്കുന്നു എങ്കിൽ ആ ജ്ഞാനത്തെയാണ് ശ്രീകൃഷ്ണൻ താമസിക ജ്ഞാനം എന്ന് പറയുന്നത്. നിയതം സംഗരഹിതമരാഗദ്വേഷതകൃതം അബല പ്രേപ്സുനാകർമ്മ യത് സാത്വികമുച്യത്തെ. ഈ മൂന്ന് വരികളിലൂടെ സാത്വികവും രാജസികവും താമസികവുമായ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി സാത്വികവും രാജസികവും അതുപോലെ തന്നെ താമസികവുമായ കർമ്മത്തെക്കുറിച്ചാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. വേദശാസ്ത്രത്താൽ അനുഗ്രഹീതമായ കർമ്മം, ദ്വേഷമോ ബന്ധമോ ഇല്ലാത്ത കർമ്മം, ഫലത്തെ ശ്രദ്ധിക്കാതെ അവയെ എന്തുമാകട്ടെ ധർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്നറിയുന്ന കർമ്മം, ഇതാണ് സാത്വികമായ കർമ്മം. യത്തു കാമേപ്സുനാ കർമ്മ സാ അഹങ്കാരേണ വാ പുനഃ ക്രിയത്തെ ബഹുലായാസം തദ്രാജസമുദാഹൃതം. കർമ്മം ചെയ്യുന്നത് അതിൻ്റെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, അത് ഞാനാണ് ആ കർമ്മം ചെയ്യുന്നത് എന്ന് ധരിച്ചുകൊണ്ടാണെങ്കിൽ, ആ കർമ്മത്തിൻ്റെ ഫലത്തിൽ അമിതാഹ്ലാദം കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ ആ കർമ്മത്തെ രാജസീക കർമ്മം എന്ന് പറയുന്നു. അനുബന്ധം ക്ഷയം ഹിംസ മനവേക്ഷ്യ ച പൗരുഷം മോഹാദാരഭ്യത്തെ കർമ്മ യത്തത് സാമസമുച്യത്തെ. അജ്ഞത കൊണ്ട് കർമ്മം ചെയ്യുന്നതിലൂടെ നാശകാരണമാകുന്ന ഫലമുണ്ടാകുന്നു എങ്കിൽ, മറ്റുള്ളവർക്ക് വേദനയുളവാക്കുന്നു എങ്കിൽ, അപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് ഒരു വ്യക്തി ധരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്രകാരമുള്ള കർമ്മത്തെ താമസിക കർമ്മം എന്ന് പറയുന്നു. മുക്ത സംഗോ അനഹംവാദി ധൃത്യസാ അഹം സമന്വിത.
സിദ്ധ്യോ നിർവികാര കർത്താ സാത്വിക ഉച്യത്തെ. ഇനി കർത്താവിനെ കുറിച്ചുള്ള വിവരണമാണ് ശ്രീകൃഷ്ണൻ നൽകുന്നത്. ബൈബിളിലെ കർത്താവല്ല കേട്ടോ, കർമ്മം ചെയ്യുന്ന കർത്താവിനെ കുറിച്ചാണ്. ബന്ധമില്ലാതെ ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരമില്ലാതെ ജയപരാജയ ഭേദമില്ലാതെ കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് സാത്വികനായ കർമ്മി അഥവാ കർമ്മത്തിൻ്റെ ഉടമസ്ഥനായ കർമ്മകർത്താവ് എന്ന് വിവരിക്കുന്നു. രാഗീ കർമ്മബലപ്രേപ്സുർ ലുബ്ധോ ഹിംസാത്മകോ അശുചി ഹർഷശോകാൻവിതകർത്ത രാജസ പരികീർത്തിത. അത്യാഗ്രഹത്തോടെ അഹങ്കാരത്തോടെ പ്രകൃതിക്കു വിരുദ്ധമായി മാനുഷിക മൂല്യമില്ലാതെ സുഖദുഃഖ രുചിഭേദം അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മമാണ് കർമ്മം ചെയ്യുന്ന വ്യക്തിയെയാണ് രാജസീക കർമ്മിയായി അഥവാ രാജസീക സ്വഭാവമുള്ള കർത്താവായി ഗണിക്കേണ്ടത്. അയുക്ത പ്രാകൃത സ്തബ്ധ ഷഠോ നൈഷ്കൃതികോ അലസഃ വിഷാദി ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്യത്തെ. ആത്മനിയന്ത്രണമില്ലാതെ സംസ്കാരമില്ലാതെ അഹങ്കാരത്തോടെ വിഷയമയമായ ഉദ്ദേശത്തോടുകൂടി വിഷമയമായ ഉദ്ദേശത്തോടു കൂടിയും ചേർത്ത് മറ്റുള്ളവൻ്റെ നാശത്തിനും ദുഃഖത്തിനും കാരണമാകുമെന്നറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഉടമസ്ഥൻ ആരാണോ അവനാണ് താമസ കർമ്മി. വിഷമയമായ കർമ്മവും വിഷയമയമായ കർമ്മവും അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നു. ബുദ്ധേർ ഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. കർത്താവ്, കർമ്മം, ജ്ഞാനം ഇവ വിവരിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ ഈ കർമ്മത്തിന് ആധാരമായ വ്യക്തിയുടെ ബുദ്ധിയുടെ ത്രിഗുണത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. ബുദ്ധിയുടെ പ്രവർത്തനത്തെയും സത്വഗുണ രജോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നത് നീ എന്നിൽ നിന്ന് കേട്ടാലും. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സാ പാർത്ഥസാത്വികി. സാത്വികമായ ബുദ്ധി ഏതാണ്? ചെയ്യുന്ന പ്രവൃത്തിക്ക് മാനസികമായി നൽകേണ്ട ചിന്തയ്ക്കാധാരം ബുദ്ധിയാണല്ലോ. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തു ചെയ്യരുത്, എപ്രകാരം ചെയ്യരുത്, എവിടെ വെച്ച് ചെയ്യരുത് എന്നെല്ലാം ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത് നിർദ്ദേശിക്കുന്നത് ബുദ്ധിയായതുകൊണ്ട് ആ ബുദ്ധിയിലുദിക്കുന്ന ആഗ്രഹം, ബുദ്ധിയിലുദിക്കുന്ന ഭയം, നിർഭയത്വം, ബന്ധം, ബന്ധമോചനം ഇവയ്ക്കടിസ്ഥാനം നന്മ നിറഞ്ഞതാണെങ്കിൽ ആ ബുദ്ധിപരമായ ചിന്തയിൽ നിന്നുദിക്കുന്ന ബുദ്ധിയെ സാത്വികമായ ബുദ്ധി എന്ന് വിവരിക്കാം. യയാ ധർമ്മമധർമ്മം ച കാര്യം ച കാര്യമേവ ച അയഥാവൽ പ്രജാനാതി ബുദ്ധി സാ പാർത്ഥരാജസി. ധർമ്മവും അധർമ്മവും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിയാൻ പറ്റാത്ത ബുദ്ധിയാണ് രാജസീകമായ ബുദ്ധി. അധർമ്മം ധർമ്മമിതിയാ മന്യത്തെ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാ പാർത്ഥതാമസി. ബുദ്ധിയെ പോലും വിഭജിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ, അങ്ങയെ പ്രണമിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. താമസികമായ ബുദ്ധിയെക്കുറിച്ച് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു. അധർമ്മത്തെ ധർമ്മമായും മറ്റെല്ലാത്തിൻ്റെയും ചിന്തയ്ക്ക് ആധാരമായ ബുദ്ധിയിൽ ഉദിക്കുന്നതെല്ലാം സാധാരണയിൽ നിന്ന് വിപരീതമായും അജ്ഞതയോടെയും പ്രവർത്തിക്കുവാൻ നിർദ്ദേശിക്കുന്ന ചിന്തയ്ക്ക് ആധാരമായ കർത്താവിൻ്റെ ബുദ്ധിയെയാണ് താമസികമായ ബുദ്ധി എന്ന് പറയുന്നത്. ധൃത്യ യയാ ധാരയത്തെ മനഃപ്രാണേന്ദ്രിയക്രിയാഃ യോഗേന വ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥസാത്വികി. ധൃതി, സ്റ്റെഡ്ഫാസ്റ്റഡ്നെസ്, മാനസികമായ നിശ്ചയദാർഢ്യത്തെ പോലും സാത്വികവും താമസികവും രാജസികവും എന്നെല്ലാം ശ്രീകൃഷ്ണൻ വിവരിച്ചിട്ടുണ്ട്. ധൃതി എന്ന പദം ദൃഢനിശ്ചയമാണ്. അത് സാത്വികമാണോ അല്ലയോ എന്നുള്ളതിൻ്റെ വിവരണമാണ് ശ്രീകൃഷ്ണൻ തരുന്നത്. യോഗചര്യയിലൂടെയും ധ്യാനത്തിലൂടെയും
മാനസികമായ കർമ്മങ്ങളെയും ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്തും എടുക്കുന്ന ദൃഢനിശ്ചയമായ ധൃതിയെയാണ് സാത്വികമായ ധൃതി എന്ന് പറയുന്നത്. യയാതു ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയത്തെ അർജുന പ്രസംഗേന ബലാകാംക്ഷി ധൃതിസ്സാ പാർത്ഥരാജസി. പ്രതിഫലം പ്രതീക്ഷിച്ചും അത്യാഗ്രഹത്തോടെയും ഭൗതിക സുഖഭോഗങ്ങളെ ലക്ഷ്യമാക്കിയും എടുക്കുന്ന ദൃഢനിശ്ചയമാണ് രാജസീകമായ ധൃതി എന്ന് പറയുന്നത്. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധ ധൃതിസ്സാ പാർത്ഥതാമസി. ദുഷ്ടബുദ്ധിയോടെ നിദ്ര, ഭയം, ആകാംക്ഷ, ദുഃഖം, വ്യർത്ഥതാബോധം എന്നിവയ്ക്ക് കാരണമാകും എന്നുറപ്പുള്ള കർമ്മം ചെയ്യുവാനായി എടുക്കുന്ന ദൃഢനിശ്ചയത്തെയാണ് താമസികമായ ധൃതി എന്ന് പറയുന്നത്. സുഖം ത്വിദാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ അഭ്യാസാദ്രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി യത്തദഗ്രേ വിഷമിവ പരിണാമേന്മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം അല്പബുദ്ധിപ്രസാദജം. സുഖത്തെയും ശ്രീകൃഷ്ണൻ 3 വിധത്തിൽ വിഭജിച്ചിട്ടുണ്ട്. 3 വിധത്തിലുള്ള സുഖം, സന്തോഷം എന്താണെന്ന് അറിയുക. ദുഃഖമോചനം സാധ്യമാകുന്ന ഈശ്വരീയ സ്തുതി, ധ്യാനം, ഈശ്വരീയ സേവ എന്നിവയെയാണ് സാത്വികമായ സന്തോഷത്തിനും സുഖത്തിനും കാരണമാകുന്നത്. അപ്രകാരം ലഭിക്കുന്ന സന്തോഷവും സുഖവുമാണ് സാത്വികം. തുടക്കത്തിൽ ഇത് വിഷം പോലെ കയ്പാണെങ്കിലും അന്ത്യത്തിൽ തേൻ പോലെ മധുരിക്കുന്നവയാണ്. സമചിത്തതയോടെ അനുഭവിക്കുന്ന ഈശ്വരീയമായ സംതൃപ്തിയാണ് സാത്വികമായ സുഖം. വിഷയേന്ദ്രിയ സംയോഗാദ്യത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്മൃതം. വിഷയങ്ങളും ഇന്ദ്രിയങ്ങളും സംയോഗം ചെയ്യുമ്പോൾ ഭൗതികമായി ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ തുടക്കത്തിൽ അത് അമൃത് പോലെ സന്തോഷം തോന്നുന്ന സുഖം ലഭിക്കുകയും അവസാനത്തിൽ വിഷമയമായ കയ്പ് പോലെ തോന്നുന്ന സുഖം, അതൊരു സുഖമേ അല്ല, ചിലപ്പോൾ വെള്ളം അടിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന സുഖമായിരിക്കും ശ്രീകൃഷ്ണൻ ഉദ്ദേശിച്ചത്. അപ്രകാരം നികൃഷ്ടമായ അവസാന സുഖം ലഭിക്കുകയും ചെയ്യുമ്പോൾ ആ സുഖത്തെ രാജസീകം എന്ന് പറയുന്നു. തുടക്കത്തിൽ നല്ലതും അവസാനത്തിൽ വിഷമയമായതുമാകുന്നതാണ് യഥാർത്ഥത്തിൽ രാജസീകമായ സുഖം. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്തം തത് താമ സമുദാഹൃതം. താമസികമായ സുഖത്തെക്കുറിച്ച് അത് കൂടുതലായും നിദ്ര, ആലസ്യം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സന്തോഷം, ആക്രമിക ചര്യകൾ, അക്രമവാസനയിൽ നിന്നുണ്ടാകുന്ന സുഖം, ഇവയെല്ലാം തന്നെ താമസിക സുഖമാണ് എന്ന് വ്യക്തമായി അറിയുക. തത് താമസമുദാഹൃതം, അത് താമസ ഉദാഹൃതം എന്ന് സൂചിപ്പിക്കുന്നു. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യഥേഭി സ്യാത് ത്രിഭിർഗുണൈഹി. ഭൂമിയിൽ ജനിച്ചവയും ദേവന്മാരു പോലും മറ്റെല്ലാ ചരാചരങ്ങളും ഈ പ്രകൃതിയിൽ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനാധാരഭൂതമായ സർവചരാചരങ്ങളും അവയിൽ നിലനിൽക്കുന്നതിലെല്ലാം തന്നെ ഈ 3 ഗുണങ്ങളും ഉണ്ട് എന്ന് വ്യക്തമായി അറിയുക. അതായത് ഒരു വ്യക്തിയും ഈ 3 ഗുണത്തിനും അതീതനല്ല, ഒരു ചരാചരവും 3 ഗുണത്തിന് അതീതമല്ല. സർവ്വതിലും 3 ഗുണം വർദ്ധിക്കുന്നു, അതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരം തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈഹി. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരുടെ കർമ്മങ്ങൾ പോലെ തന്നെ കർമ്മത്തിൻ്റെ ഗുണാടിസ്ഥാനത്തിലാണ് കർമ്മത്തെയും കർത്താവിനെയും ജ്ഞാനത്തെയുമെല്ലാം വിശകലനം ചെയ്യേണ്ടത്.
ശമോ ധമസ്തപഃ ശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മസ്വഭാവചം. ബ്രഹ്മജ്ഞാനിയുടെ കർമ്മം എപ്രകാരമിരിക്കുന്നു? മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം, ദുഃഖം സഹിച്ചുകൊണ്ടും പവിത്രമായ സ്വധർമാനുഷ്ഠാനം, അപ്രകാരം ധർമാനുഷ്ഠാനത്തിലുള്ള ശ്രദ്ധ, ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനുള്ള മനസ്സ്, മാനസികമായ പരിശുദ്ധി, വേദത്തിലെ പവിത്രമായ ജ്ഞാനം, ഈശ്വര വിശ്വാസം, വേദം പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള ഇച്ഛ, പ്രപഞ്ച സത്യത്തെക്കുറിച്ചുള്ള അറിവ്, ഇതാണ് ബ്രാഹ്മണന്റെ, ബ്രഹ്മജ്ഞാനിയുടെ അടിസ്ഥാനമായ കർമ്മത്തിനാധാരമായ സ്വഭാവം അഥവാ സാത്വിക സ്വഭാവം. ഇതാർക്കു വേണമെങ്കിലും ആകാവുന്നതാണ്. ഈ നിലയിലേക്ക് ഉയർന്നാൽ അവരെല്ലാവരും തന്നെ ബ്രാഹ്മണർ തന്നെ ആയിത്തീരുന്നു. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യബലായനം ധനമീശ്വരമഭാവശ്ച ക്ഷാത്രം കർമ്മസ്വഭാവചം. ശൗര്യം നിർഭയത്വം, ഉറച്ച മനസ്സ്, ബുദ്ധിചാതുര്യം, യുദ്ധത്തിൽ ധൈര്യം, അതുപോലെ തന്നെ പലായനം ചെയ്യാതിരിക്കുന്ന മനോഭാവം, ദാനം ചെയ്യുവാനുള്ള മനസ്സ്, സ്വാമിഭാവം, ഇവയെല്ലാമാണ് ക്ഷത്രിയ ധർമ്മത്തിന് ആധാരമായിരിക്കുന്നത്. കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മസ്വഭാവചം പരിചയാത്മകം കർമ്മ ശൂദ്രസ്യാഭിസ്വഭാവചം. കൃഷി, ഗോസംരക്ഷണം, സത്യസന്ധമായ ക്രയവിക്രയം, ഇത് വൈശ്യകർമ്മമാണ്. ആവശ്യമായ സേവനം എല്ലാ വിഭാഗത്തിനും ചെയ്തു കൊടുക്കുന്നത് ശൂദ്രകർമ്മമാണ്. ഇവിടെ ജന്മനാൽ ഒരുവൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആകുന്നില്ല. ഇന്നും ഓരോ ഓഫീസിലുമുള്ള മാനേജറും സൂപ്രണ്ടും ഉയർന്ന തരത്തിലും ഇരിക്കുന്ന വ്യക്തികൾ ബുദ്ധിപരമായ കർമ്മം ചെയ്യുന്നത് കൊണ്ട് അവർ ബ്രാഹ്മണ്യത്തിൻ്റെ ആധാരമാണ് ആ ഓഫീസിൽ. ആ ഓഫീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ ക്ഷത്രിയരും, അവിടുത്തെ ക്ലർക്കും അവിടുത്തെ കർമ്മങ്ങളും ബിസിനസ്സും നടത്തുന്നവർ വൈശ്യരും, അതുപോലെ തന്നെ അവിടെയുള്ള പ്യൂണും അവിടെയുള്ള മറ്റ് അസിസ്റ്റൻറ്റുകളും എല്ലാവരെയും സഹായിക്കുകയാണെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ ശൂദ്രരുമായി ആ ഓഫീസിൽ പ്രവർത്തിക്കുന്നത്. അതേ പ്യൂണായിരിക്കാം ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായി വരുന്നത്. ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ അദ്ദേഹം ബ്രാഹ്മണനാണ്, മറ്റൊരിടത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ കർമ്മഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ മറ്റൊരു രീതിയിൽ അറിയപ്പെടാം. അതുകൊണ്ട് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രൻ എന്നുള്ളത് ജന്മനാൽ ഉണ്ടാകുന്നതല്ല എന്ന് ശ്രീകൃഷ്ണൻ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് സത്വരജസ് തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കർമ്മത്തെയും കർമ്മിയെയും ജ്ഞാനത്തെയും ബുദ്ധിയെയും വിഭജിച്ചിരിക്കുന്നത് എന്നും വ്യക്തികളെയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിരിക്കുന്നത് എന്നും വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും അടിസ്ഥാനമാക്കിയാണ് വർണ്ണം നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറയാതെ അവരവരുടെ ക്വാളിറ്റി വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് 4 വർണ്ണങ്ങൾ ഭഗവത്ഗീതയിലും പിന്നീടും ഭാരതത്തിൽ ഉണ്ടായത്, വിവരിച്ചത്, നൽകുന്നത്, ഉദ്ദേശിക്കുന്നത് അവരുടെ കർത്തവ്യം നിറവേറ്റുവാൻ വേണ്ടി അവർക്ക് നൽകിയിരിക്കുന്നതും. ഇന്നും ഇപ്രകാരം ഒരു സ്ട്രയാറ്റ സോഷ്യോളജിക്കലി വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ വർത്തിക്കുന്നുണ്ട് എന്നും നാം അറിയേണ്ടതാണ്. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നരഃ സ്വകർമ്മനിരതസിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. സ്വന്തം കർമ്മങ്ങൾ ആത്മാർത്ഥമായി ശ്രദ്ധയോടെ ചെയ്യുന്നവർ ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ പരമമായ അവസ്ഥയിലെത്തുന്നു. അതേ പ്രകാരം എല്ലാ വ്യക്തികളും ബ്രാഹ്മണ നിലവാരത്തിലോ ക്ഷത്രിയ വൈശ്യ ശൂദ്ര നിലവാരത്തിലുള്ളവരോ ആരായാലും തന്നെ അവർ ഇപ്രകാരമാണ് ഈശ്വരീയമായ അത്യുന്നതാവസ്ഥയിലെത്തുന്നത് എന്ന് ഞാൻ വിവരിക്കാം. യത പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. സ്വന്തം കർമ്മത്താൽ തന്നെ ഈശ്വരപൂജനം നടത്തുന്ന മാനവൻ സകല ചരാചരങ്ങൾക്കും കാരണഭൂതനായ
ഈശ്വരനെയാണ് ഞാൻ കർമ്മത്തിലൂടെ സേവിക്കുന്നത് എന്നറിയുന്നു. അതിനാൽ ഈശ്വര സാക്ഷാത്കാരം ആ വ്യക്തിക്ക് വളരെ എളുപ്പമാവുകയും ചെയ്യുന്നു. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽഭിഷം. സ്വയം മറ്റു ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ സ്വന്തം ധർമ്മത്തിൽ അപാകതകൾ ഉണ്ടെങ്കിലും അതനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്. സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൽ എന്ത് അപാകതകളുണ്ടെങ്കിലും എന്ത് കുറവുകളുണ്ടെങ്കിലും ഏത് പാപമുണ്ടെങ്കിലും അത് നിന്നെ ബാധിക്കുന്നില്ല. കാരണം അത് നിന്റെ സ്വധർമ്മമാണ്. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ വധിക്കുന്നത് മാനവ വധത്തിൻ്റെ മനുഷ്യഹത്യയുടെ പാപം ഉണ്ടാകാതിരിക്കാൻ കാരണം രാഷ്ട്രസംരക്ഷണം എന്ന ധർമ്മമാണ് നീ ഒരുവനെ വധിക്കാൻ കാരണമായിത്തീരുന്നത്. അതുകൊണ്ട് സ്വധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. സഹജം കർമ്മ കൗന്തേയ സദോഷമപി നത്യജേത് സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ. സർവകർമ്മത്തിലും കുറേയെല്ലാം ദോഷങ്ങളുണ്ട്. അഗ്നി ഏതഗ്നിയായാലും പുകയാൽ മറയപ്പെട്ടിരിക്കുന്നത് പോലെ ഏത് കാര്യത്തിലും കർമ്മത്തിലും അതിൻ്റെതായ പരിമിതികളും കുറവുകളും ഉണ്ടായിരിക്കും. എങ്കിലും സ്വധർമ്മമാണ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ ഞാൻ സ്വധർമ്മം അനുഷ്ഠിക്കുന്നു എന്ന കാരണം കൊണ്ട് അത് ഭംഗിയായി നിർവഹിക്കാം. അശക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹഃ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ബുദ്ധി ബന്ധങ്ങൾക്കതീതമാവുകയും ഭൗതിക സന്തോഷത്തിൽ നിന്നും അത്യാഗ്രഹം അവസാനിക്കുകയും സാംഖ്യയോഗത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനം കർമ്മമണ്ഡലത്തിൽ നിറയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തുമ്പോൾ കർമ്മത്തെ നിരാകരിക്കാം, കർമ്മത്തെ ഉപേക്ഷിക്കാം. അത്രയും വരെ ആ കർമ്മത്തെ ഉപേക്ഷിക്കുവാൻ സാധ്യമല്ല. കർമ്മ ഉപേക്ഷ നടത്തേണ്ടത് എപ്രകാരമാണ് എന്ന് ഞാൻ നിന്നോട് വിവരിക്കാം. എന്തുകൊണ്ടാണ് കർമ്മ ഉപേക്ഷ നടത്തേണ്ടത്, കർമ്മം ഉപേക്ഷിക്കേണ്ടത്? കർമ്മണി ത്യജ്യതേ പ്രജ്ഞ എന്ന് ഉപനിഷത്തിൽ പറയുന്നത് കൊണ്ട് ആ കർമ്മം ഉപേക്ഷിക്കേണ്ട അവസ്ഥ എത്തുമ്പോൾ മാത്രമേ അത് ചെയ്യാവൂ. അതെപ്പോഴാണ് എത്തുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത്. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തദാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. ജ്ഞാനയോഗത്തിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ കർമ്മം ഉപേക്ഷിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ഗഹനമായി ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് വിവരിക്കാം. കാരണം കർമ്മത്തെ ത്യജിക്കുന്ന അവസ്ഥ ബ്രഹ്മപദപ്രാപ്തിയുടെ അവസാനത്തെ ബിന്ദുവിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് അത് ഞാൻ കൂടുതൽ വ്യക്തമായി നിന്നോട് പറയാം. കാരണം അനവധി ജനങ്ങൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്നും കർമ്മത്തെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് ത്യാഗമെന്നും വിവരിക്കുന്നവർക്ക് ശ്രീകൃഷ്ണന്റെ മറുപടി ഇതാണ്. ബുദ്ധ്യാ വിശുദ്ധ്യായുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാംസ്ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുധസ്യ ച വിവിക്തസേവീ ലഗ്വാശി യതവാക്കായ മാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ഫലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. സാത്വികമായ ബുദ്ധി, ചിന്ത, സാത്വികമായ ഭക്ഷണം ഇവയിലൂടെ ഏകനായി ശബ്ദം, ദർശനം തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നവയിൽ നിന്ന് മനസ്സിനെ ഏകമാക്കി കൊണ്ടുവന്ന് മറ്റാരുമില്ലാത്ത സ്ഥലത്തിരുന്നു കൊണ്ട് ഇന്ദ്രിയം, മനസ്സ് എന്നിവയെ സംയമനം ചെയ്ത് ദൃഢചിത്തനായി സാത്വിക ഭാവത്തിൽ ആകർഷണ വികർഷണങ്ങളിൽ നിന്നും മുക്തനായി ധ്യാനനിരതനായി അഹങ്കാരബോധമില്ലാതെ ഹിംസാ വീക്ഷണമില്ലാതെ ദുഷ്ടബുദ്ധി ഒരിക്കലും ചേർക്കാതെ ദ്വേഷം, അത്യാഗ്രഹം, അതിമോഹം, കർമ്മങ്ങളുമായുള്ള ബന്ധം എന്നിവയിൽ നിന്ന് മുക്തനായി സ്വയം ഈശ്വര സാക്ഷാത്കാരത്തിന് തയ്യാറാണെന്ന ബോധം തെളിയിച്ചുകൊണ്ട് സത്യത്തെ ആരാധിച്ച് സ്വബോധം, പ്രജ്ഞ, ഈശ്വര ചൈതന്യം, കോൺഷ്യസ്നസ്, അവയർനെസ് എന്നിവയെ ആ ചൈതന്യത്തെ അറിഞ്ഞ്
അത്യധികം ശ്രേഷ്ഠമായ പ്രപഞ്ച ചൈതന്യത്തെ ഉപാസിച്ച് ഒരു വ്യക്തി ജീവിക്കുവാൻ തയ്യാറായാൽ അദ്ദേഹത്തിനാണ് കർമ്മണി ത്യജ്യതേ പ്രജ്ഞ എന്ന ഉപനിഷത്ത് വരി ബാധകമാകുന്നത്. ആ നിലയിൽ എത്തുന്നത് വരെ നമുക്ക് ആർക്കും തന്നെ കർമ്മത്തെ ഉപേക്ഷിക്കുവാൻ സാധ്യമല്ല, കർമ്മത്തെ ഉപേക്ഷിക്കുകയുമരുത്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ഈശ്വരാനുഭൂതി ലഭിച്ച ജ്ഞാനയോഗിക്ക് സുഖവും ദുഃഖവും അത്യാഗ്രഹവും എല്ലാം ഉപേക്ഷിച്ച മാനസിക ആഹ്ലാദം അനുഭവിക്കുവാൻ സാധിക്കുന്നു. ആ അവസ്ഥയിലെത്തുമ്പോൾ മാത്രമാണ് എൻ്റെ ഭക്തനായ അവന് കർമ്മത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഭക്ത്യാ മാം അഭിജാനാതി യാവന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ആ അവസ്ഥയിൽ ജ്ഞാനയോഗി എന്നെ അറിയുന്നു, പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഭാഗമായ സർവ്വതിനെയും അറിയുന്നു. സാത്വികമായി ഒരിക്കൽ എന്നെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് അവൻ എന്നിലെത്തിച്ചേരുന്നു. അവന് കർമ്മത്തെ ഉപേക്ഷിക്കാവുന്നതാണ്. സർവകർമാണ്യഭി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. എന്നെ അർപ്പിച്ച് എന്നിൽ തന്നെ നോക്കിക്കൊണ്ട് എൻ്റെ ഭക്തനായി എല്ലാ കർമ്മവും ചെയ്യുമ്പോഴും കർമ്മത്തെ ഉപേക്ഷിച്ചവനെ പോലെ എൻ്റെ അനുഗ്രഹത്താൽ വിവരണാതീതമായ നാശഹീനമായ അവസ്ഥയിലേക്ക്, ബ്രഹ്മപദപ്രാപ്തിയിലേക്ക് അവൻ എത്തിച്ചേരുന്നു. അവൻ അത്യുജ്വലമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിർയോഗമുപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. എല്ലാ കർമ്മവും മാനസികമായി എന്നിൽ അർപ്പിച്ച് യോഗചര്യയിലൂടെ എന്നെ ശരണം പ്രാപിച്ച് മനസ്സ് എന്നെ തന്നെ ഏൽപ്പിച്ച് നിന്റെ കർമ്മത്തിൽ നീ നിരതനാവുക. ആ കർമ്മമാണ് കർമ്മ ഉപേക്ഷയേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത്. മച്ചിത്ത സർവദുർഗാണി മത് പ്രസാദാതിരിഷ്യതി അധ ചേത്വമഹങ്കാരാൻ ന ശ്രോഷ്യസി വിനങ്ഷ്യസി. നിന്റെ മനസ്സ് എന്നെ ഏൽപ്പിച്ചാൽ എൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ പ്രയാസത്തിൽ നിന്നും നീ മോചിതനാകുന്നു. അഹങ്കാരത്താൽ നീ അതിന് ശ്രമിച്ചില്ല എങ്കിൽ, കർമ്മം ചെയ്തില്ല എങ്കിൽ, യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യുകയാണെങ്കിൽ നഷ്ടപ്പെടുന്നതെല്ലാം നിനക്കു മാത്രമായിരിക്കും. യദഹങ്കാരാൻ ആശ്രിത്യ നയോച്യ ഇതി മന്യസേ മിഥ്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. നിന്റെ അഹങ്കാരത്താൽ ഞാനിനി യുദ്ധം ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഒരു കാരണവശാലും യുദ്ധഭൂമിയിൽ നിന്ന് നിനക്ക് പോകുവാൻ സാധ്യമല്ല. പ്രകൃതി തന്നെ, ചുറ്റുപാടുകൾ തന്നെ, ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് യുവർ എൻവയോൺമെന്റ് ആൻഡ് സർക്കംസ്റ്റാൻസസ്, you will be compelled to do the work, you will be compelled to fight in this Kurukshetra. ഈ ചുറ്റുപാടുകളുടെ നിർബന്ധം കൊണ്ട് തന്നെ നിനക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് നിനക്ക് ഒളിച്ചോടാൻ സാധ്യമല്ല. സ്വഭാവജേന കൗന്തേയ നിബദ്ധ സ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യ വശോപി തത്. ഏതവസ്ഥയിലും, അജ്ഞതയിലായാലും താല്പര്യക്കുറവ് കൊണ്ടായാലും നീ നിന്റെ കർമ്മം ഇവിടെ ചെയ്യുവാൻ നിർബന്ധിതനാണ്. നിസ്സഹായനായിട്ടാണെങ്കിൽ പോലും നിനക്ക് ഈ കർമ്മം ഇവിടെ ചെയ്തേ മതിയാകൂ. കുരുക്ഷേത്രത്തിൽ നിന്ന് നിനക്ക് യുദ്ധം ചെയ്യാൻ ഭയന്ന്, വിഷമം കൊണ്ട്, ദുഃഖം കൊണ്ട് ഓടിപ്പോകുവാൻ സാധ്യമേ അല്ല. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. എല്ലാ ചരാചരങ്ങളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു, ഈശ്വര ചൈതന്യമുണ്ട്. ആ ജീവിയെ നിരന്തരം കർമ്മപന്ഥാവിലേക്ക് നയിക്കുന്നതും കർമ്മപന്ഥാവിൽ കറക്കിക്കൊണ്ടിരിക്കുന്നതും, യന്ത്രത്തിൻ്റെ ചക്രം തിരിയുന്നത് പോലെ കറക്കിക്കൊണ്ടിരിക്കുന്നതും ഈശ്വര ചൈതന്യമാണ്. ആ യന്ത്രത്തിലെ കറങ്ങുന്ന കർമ്മമണ്ഡലത്തിൽ നിന്ന് നിനക്ക് തെറിച്ചു പോകുവാൻ സാധ്യമല്ല അർജുന. നീ കർമ്മം ചെയ്തേ മതിയാകൂ. അത് ഒരു പക്ഷേ നിർബന്ധിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിസ്സഹായനായി ചെയ്യേണ്ടി വന്നേക്കാം. ഏതായാലും നിനക്ക് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ആ ഈശ്വരനെ
എല്ലാ പ്രകാരത്തിലും ശരണം പ്രാപിച്ച് നിസ്സഹായനായി ചെയ്യുന്നതിന് പകരം ഈശ്വരാർപ്പണമായി, ഈശ്വരപ്രസാദത്തിനായി, പരമവും ശാശ്വതവുമായ ശാന്തിക്കായിക്കൊണ്ട് നിന്റെ കർമ്മത്തെ നീ അനുഷ്ഠിക്കുക. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യൈതദശേഷേണ യഥേച്ഛസി തഥാ കുരു. ഹേ അർജുന, അതിഗഹനമായ ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിച്ചു. ഇതിനെ സമ്പൂർണമായും സമഗ്രമായും വിമർശന ബുദ്ധ്യാ വിശകലനം ചെയ്ത് നിന്റെ യുക്തം പോലെ ചെയ്യുക. സർവഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വചഃ ഇഷ്ടോ അസിമേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായതിനാൽ അവസാനമായ ഒരു ഉപദേശം കൂടി, ശാശ്വത സത്യമായ ഒരു ഉപദേശം കൂടി ഞാൻ നിനക്ക് ഈ വേളയിൽ തരുവാൻ ആഗ്രഹിക്കുകയാണ്. മന്മന ഭവമൽഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നിന്റെ മനസ്സ് എന്നിലർപ്പിക്കുക, എന്നെ ഭജിക്കുക, എന്നെ വണങ്ങുക. എന്നിലൂടെ തന്നെ നീ എന്നിലേക്ക് എത്തിച്ചേരും. മനസ്സ് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ എന്നിലൂടെ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ, സർവചരാചരത്തിൻ്റെയും ആധാരഭൂതമായതിൻ്റെ പാദങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നിനക്ക് സാധിക്കും. സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എല്ലാ കർമ്മത്തെയും ബന്ധനത്തെയും മാനസികമായ അറ്റാച്ച്മെൻറ്റിനെയും ഉപേക്ഷിച്ച് നീ എന്നെ തന്നെ ശരണം പ്രാപിക്കുക. നിന്റെ എല്ലാ കർമ്മത്തിൽ നിന്നും, കർമ്മബന്ധനത്തിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കുകയും ചെയ്യാം. കാരണം നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇതം തേ നാ തപസ്കായ നാ ഭക്തായ കഥാചന ന ചാ ശുശ്രൂഷവേ വാച്യം ന ച മാം യോ അഭ്യസൂയതി. പക്വതയില്ലാത്തവനും ആത്മീയ ബോധമില്ലാത്തവനും ഭക്തിയില്ലാത്തവനും താൽപ്പര്യത്തോടെ കേൾക്കുവാൻ പോലും ഇഷ്ടപ്പെടാത്തവനുമായ ഒരുവനും ഈശ്വര സാക്ഷാത്കാരം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഞാൻ നിന്നോടുപദേശിച്ച ഭഗവത്ഗീത ഒരുവനോടും പറയരുത്, ഉപദേശിക്കരുത്, കേൾപ്പിക്കുകയുമരുത്. യ ഇമം പരമം ഗുഹ്യം മത് ഭക്തേഷ്വഭിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയ. ഈ ഭഗവത്ഗീത സ്വയം പഠിക്കുകയും എൻ്റെ ഭക്തരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ ഏതു ഭക്തനും നിസ്സംശയം എന്നിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ബ്രഹ്മപദപ്രാപ്തി, ഈശ്വര സാക്ഷാത്കാരം അവൻ എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്നുണ്ടാകും. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിതാ നച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. ഈ ഭഗവത്ഗീത പഠിച്ചും പഠിപ്പിച്ചും എൻ്റെ കർമ്മം ചെയ്തും വസിക്കുന്ന എല്ലാ വ്യക്തികളെക്കാളും പ്രിയപ്പെട്ടവനായി മറ്റാരും തന്നെ എനിക്കില്ല. അവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. കാരണം ഏറ്റവും ഉജ്ജ്വലമായ ശാശ്വതമായ പ്രപഞ്ച സത്യത്തെക്കുറിച്ചാണ് ഞാനിതിൽ വിവരിച്ചിരിക്കുന്നത്. ശാസ്ത്രീയവും ഭൗതികവും സാംസ്കാരികവും സാമൂഹികവും വ്യക്തിപരവും ആരോഗ്യപരവുമായ സർവവിഷയങ്ങളും ഇതിൽ വിവരിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഈശ്വരാർപ്പണം പോലെ തന്നെയാണ്. ഏറ്റവും ഉജ്ജ്വലമായ ഒരു ജ്ഞാനമായതുകൊണ്ട് അതിന് അതിൻ്റേതായ പവിത്രതയും ഉണ്ടായിരിക്കണം. അധ്യേഷ്യതേ ച യ ഇമം ധർമ്മ്യം സംവാദമാവയോഹോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതിഃ. ഭക്തിയും ത്യാഗവും നിറഞ്ഞ മനസ്സോടെ നമ്മുടെ ഈ ഭഗവത്ഗീത ഉപദേശവചനങ്ങൾ അഥവാ നമ്മളുടെ ഈ ചർച്ചാവചനങ്ങൾ, നീ എന്നോട് ചോദിച്ചതും ഞാൻ നിന്നോട് ഉത്തരം പറഞ്ഞതുമായ വരികൾ ആരാണോ പഠിക്കുന്നത് അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ശ്രദ്ധാവാനനസൂയശ്ച ശൃണുയാദപി യോ നരഃ സോ അഭിമുക്ത ശുഭാം ലോകാൻ പ്രാപ്നുയാൻ പുണ്യകർമ്മണാം. ഞാൻ നിന്നോട് ഉപദേശിച്ച ഈ ഗീതോപദേശം പഠിക്കുന്നവനും കേൾക്കുന്നവനും
സർവപാപങ്ങളിൽ നിന്നും മോചനം നേടി അതിശ്രേഷ്ഠമായ അത്യുജ്വലമായ സംതൃപ്താവസ്ഥയിലെത്തിച്ചേരും പുണ്യമായ സന്തോഷത്തിലേക്ക്, ആനന്ദാനുഭൂതിയിലേക്ക് അവരെത്തിച്ചേരുന്നുണ്ടായിരിക്കും. കശ്ചിദേത് ശ്രദ്ധം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസ കശ്ചിദജ്ഞാനസമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ. ഏകാഗ്രഭാവത്തോടെ നീ ഇത് ശ്രദ്ധിച്ചതിനാൽ നിന്റെ അജ്ഞത ഇപ്പോൾ തന്നെ സമ്പൂർണമായും നശിച്ചിരിക്കും. ഏകാഗ്രഭാവത്താൽ ഇത് സാധിക്കുന്നവർക്കെല്ലാം തന്നെ ശ്രദ്ധിക്കുവാൻ, പഠിക്കുവാൻ, കേൾക്കുവാൻ സാധിക്കുന്നവർക്കെല്ലാം തന്നെ അവരുടെ അജ്ഞാനം പൂർണ്ണമായും നീങ്ങി സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്കുള്ള വഴി തുറക്കുന്നതായിരിക്കും. അവരുടെ പന്ഥാവ് ശ്രേഷ്ഠമായി തീരുന്നതായിരിക്കും, ഈശ്വരീയവുമായിരിക്കും. അർജുനവചനം. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വാ ത്വൽപ്രസാദാത്മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. എല്ലാ അജ്ഞാനവും നീങ്ങി സദ്ബുദ്ധി ഉദിച്ച് നിന്റെ ഉപദേശത്താൽ എൻ്റെ എല്ലാ സംശയവും നീങ്ങി. ഹേ കൃഷ്ണ, നീ എന്നോടുപദേശിച്ച കർമ്മം ചെയ്യുവാൻ ഞാൻ ഇതാ സർവഥാ തയ്യാറാണ്. എനിക്കിപ്പോൾ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ചമേ മനഃ എന്ന്. ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തി പോയി, അജ്ഞാനം പോയി, ശരീരത്തിൻ്റെ തളർച്ച പോയി. ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്ന വിധത്തിലുള്ള വികാര വിചാരങ്ങൾ നഷ്ടപ്പെട്ടു. എൻ്റെ കർമ്മം എൻ്റെ ധർമ്മമാണെന്നും ആരാണ് മുമ്പിലിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നും സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത് ഏത് വ്യക്തിയുടെയും കർത്തവ്യമാണെന്നും നീ ഉപദേശിച്ചത് എനിക്ക് വ്യക്തമായി മനസ്സിലായി. ഞാനിതാ കർമ്മം ചെയ്യുവാൻ തയ്യാറാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സഞ്ജയൻ പറയുന്നു, ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനഃ സംവാദമിവ ഇമം ശ്രൗഷം അദ്ഭുതം രോമഹർഷണം. ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ നടന്ന രോമഹർഷണമായ അത്യത്ഭുതമായ അതിഗഹനമായ സംഭാഷണം കേൾക്കുവാനിടവന്നു. എനിക്ക് എത്ര ശ്രവിച്ചിട്ടും മതിയാകാത്ത ഉജ്ജ്വലമായ ആ ചൈതന്യവത്തായ സന്ദേശം കേൾക്കുവാൻ സാധിച്ചത് വ്യാസന്റെ പ്രസാദം കൊണ്ടാണ്. വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതത് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. സ്വയം ശ്രീകൃഷ്ണൻ അർജുനനുപദേശിച്ചു കൊടുത്ത അത്യുജ്വലമായ ഉപദേശങ്ങൾ എനിക്ക് കേൾക്കുവാൻ സാധിച്ചത് വേദവ്യാസൻ നൽകിയ ജ്ഞാനചക്ഷുസ്സുകൊണ്ട് മാത്രമാണ്. യോഗേശ്വരനായ കൃഷ്ണൻ്റെ സർവവിശ്വരൂപവും സർവ ഉപദേശവും എനിക്ക് കേൾക്കുവാനും കാണുവാനും സാധിച്ചു എന്ന ആഹ്ലാദം കൊണ്ട് ഞാനിതാ ആർത്തുല്ലസിക്കുന്നു. രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമം അത്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹുർ. ദൈവീക വചനങ്ങൾ, അതെ, ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ സംസാരിച്ച ആ വരികൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് അത്യുത്കടമായ ആനന്ദാനുഭൂതി ഉണ്ടാകുന്നു. സംതൃപ്തിയുടെ പരിമിതികളും പരിധികളും കവച്ചു വെച്ചുകൊണ്ട് ഞാനിതാ ആഹ്ലാദിക്കുന്നു അത്യുജ്വലമായി. തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യത്ഭുതം ഹരേഹേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. പരമാത്മ ചൈതന്യമായ ശ്രീകൃഷ്ണന്റെ ദർശനം ലഭിച്ചു, വിശ്വരൂപത്തിൻ്റെ ദർശനം ലഭിച്ചു, അതിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചഗോളങ്ങളുടെ ദർശനം ലഭിച്ചു. മഹാത്മാവായ മഹാവിഷ്ണുവിൻ്റെ അവതാര പുരുഷനായ സർവശ്രേഷ്ഠനായ സർവചിന്താധാരകളുടെയും വിജ്ഞാനത്തിൻ്റെയും ആധാരഭൂതമായ ശ്രീകൃഷ്ണൻ്റെ വരികൾ കേൾക്കുവാൻ സാധിച്ചു. പുണ്യദർശനം ലഭിക്കുവാൻ അനുഗ്രഹമുണ്ടായി. അത്യത്ഭുതകരമായ ആ രൂപം വീണ്ടും വീണ്ടും ഞാൻ ചിന്തിക്കുകയാണ്. ഉന്മത്തനായി അതിമോദത്തോടെ ഞാനിതാ രമിക്കുന്നു, സന്തോഷിക്കുന്നു, സംതൃപ്തി അടയുന്നു. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർ
വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർമമ. എവിടെയാണോ യോഗേശ്വരനായ ജ്ഞാനിയായ ആത്മശക്തിയുടെ പര്യായമായ ശ്രീകൃഷ്ണനുള്ളത്, അവിടെയാണ് മസിൽ പവറിൻ്റെ, ശക്തിയുടെ, ഭൗതിക ചൈതന്യത്തിൻ്റെ, ശാസ്ത്ര തേജസ്സിൻ്റെ ചൈതന്യമായ അർജുനൻ്റെ ശക്തിയും വർത്തിക്കുന്നത്. അവിടെ തന്നെ മാത്രമേ നന്മയും വിജയവും ഐശ്വര്യവും സത്യവും ഉണ്ടാകുകയുള്ളൂ. എവിടെയാണോ ശ്രീകൃഷ്ണൻ്റെ ആത്മീയ ചൈതന്യവും അർജുനൻ്റെ ഭൗതിക ചൈതന്യവും കൈകോർത്തിരിക്കുന്നത്, അവിടെ സർവവിധ മംഗളകരമായ ചിന്തയും കർമ്മവും വികാരവും വിചാരവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് ഭഗവത്ഗീതയുടെ ഉപദേശം ദൂരെ നിന്ന് കേട്ടത്, കണ്ണുകൊണ്ട് കണ്ടത് വിവരിച്ചവസാനിപ്പിക്കുകയാണ്. ഭഗവത്ഗീതയിൽ നിന്ന് ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭഗവത്ഗീത ഒരു ആത്മീയ ഗ്രന്ഥമായി മാത്രം കാണരുത്. ഭൗതിക ജീവിതത്തിലെ സർവവിധ ഉപദേശങ്ങളും സർവവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആവശ്യമായ ഉപദേശ സത്യങ്ങൾ, ചരിത്ര സത്യങ്ങളെപ്പോലെ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ശ്രീകൃഷ്ണൻ്റെ ഉപദേശം മറ്റ് എല്ലാ ഭാരതീയ ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെയും, വേദങ്ങളുടെയും ബ്രാഹ്മണങ്ങളുടെയും ആരണ്യകങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും വേദാംഗങ്ങളുടെയും 18 പുരാണങ്ങളുടെയും 18 ഉപപുരാണങ്ങളുടെയും അതുപോലെ തന്നെ ഉപവേദങ്ങളുടെയും ഷഡ് ദർശനങ്ങളുടെയും സ്മൃതികളുടെയും അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടവയാണ്. ഇവയുടെ എല്ലാത്തിൻ്റെയും സത്ത ഭഗവത്ഗീതയിലുണ്ട്. കർമ്മത്തെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥം, ധർമ്മത്തെക്കുറിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥം, സർവവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം മനുഷ്യൻ്റെ അത്യാഗ്രഹവും അഹംഭാവവും അമിതമായ ഭയവും അമിതമായ ദ്വേഷ്യവുമാണ് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഉപദേശിക്കുന്ന ഗ്രന്ഥമാണ്. ഭാരതീയമായ 2 ഇതിഹാസങ്ങളിലൂടെ ശ്രീകൃഷ്ണൻ മഹാഭാരതത്തിലൂടെയും ശ്രീരാമൻ വാൽമീകി എഴുതിയ രാമായണത്തിലൂടെയും ജീവിച്ച് ഉപദേശിച്ച് നമുക്ക് നൽകി ആശീർവദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭാരതീയ ചിന്താധാരകൾ ശാശ്വതമായി നിലനിൽക്കണം. ചിരപുരാതനമായൊരു ധർമ്മം നിത്യനൂതനമായി പ്രവഹിക്കുമ്പോൾ അതിനകത്ത് ശാസ്ത്രീയമായ ചൈതന്യവത്തായ സർവജ്ഞാനവും വർദ്ധിക്കുന്നതറിയുവാൻ ഇന്നത്തെ സമൂഹത്തിലെ ജനങ്ങൾക്ക് സമയപരിമിതിയുണ്ടാകാം. എങ്കിലും ഭഗവത്ഗീത വായിക്കുവാൻ സാധിച്ചാൽ ജീവിതത്തിൻ്റെ അനവധി പ്രശ്നങ്ങൾ അത് പരിഹാരം നൽകുന്ന ഒരു ഉജ്ജ്വലമായ ചൈതന്യവത്തായ ഔഷധമാണ്, അമൃതാണത്. അതിനകത്ത് അന്ധവിശ്വാസത്തിൻ്റെ ഒരു വരി പോലും കാണാൻ സാധ്യമല്ല. എന്തെങ്കിലും ആർക്കെങ്കിലും അന്ധവിശ്വാസമാണെന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിയുടെ നിലവാരം ഭഗവത്ഗീതയുടെ വരി മനസ്സിലാക്കുവാൻ പാകത്തിന് ഉയർന്നിട്ടില്ലാത്തത് കൊണ്ടാണ് അപ്രകാരം തോന്നുന്നത്. അതുകൊണ്ട് സ്വയം ഉയരുക, കർമ്മബന്ധത്തിൽ കർമ്മധർമ്മത്തിൽ ഉജ്ജ്വലമായ ചൈതന്യം നേടിക്കൊണ്ട് അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജീവിതം നാം ജീവിക്കുന്നത് ഏതാണ്ട് 26,000 ദിവസം മാത്രമാണ്. അതിൽ 13,000-ഓളം ദിവസം നാം ഉറങ്ങുന്നു. 8,000-ഓളം ദിവസങ്ങൾക്ക് തുല്യമായ സമയം ഓഫീസുകളിൽ ചെലവഴിക്കുന്നു. 300 ദിവസത്തിന് തുല്യമായ സമയം ഭക്ഷണം കഴിക്കുന്നു. ബാക്കിയുള്ള സമയത്തിൽ ജീവിക്കാൻ വേണ്ടി യത്നിക്കുന്നു. വി ആർ നോട്ട് റിയലി ലിവിങ്. നമ്മൾ ജീവിക്കുന്നില്ല, യഥാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലൈഫ് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് ലിവിങ്. ജീവിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അനുഭവം ആസ്വദിക്കുകയാണ്. നമുക്ക് ആസ്വദിക്കാൻ സമയമില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഏതെങ്കിലും പ്രത്യേക
ദുരുദ്ദേശത്തോടു കൂടിയോ ദുഷ്ടലക്ഷ്യത്തോടു കൂടിയോ ചെയ്യാതെ, ഒരു പരിധിക്കപ്പുറം പ്രതീക്ഷ വയ്ക്കാതെ, ഒരു പരിധിക്കപ്പുറം ബന്ധം വയ്ക്കാതെ, ഒരു പരിധിക്കപ്പുറം അതിൻ്റെ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യാതെ ആ കർമ്മം ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് ആനന്ദമുണ്ടാകുന്നത്. അതനുഭവിച്ചറിയാൻ സാധിക്കണം. ചിരപുരാതനമായ ധർമ്മം നിത്യനൂതനമായി വർത്തിക്കണമെങ്കിൽ ഭാരതീയ ചിന്താധാരകൾ 100 കോടി ഭാരതീയരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങണം. ഇത് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റേതുമാണ് എന്ന് അവരെ അറിയിക്കണം, അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം. ഇഷ്ടമില്ലാത്തവര്, താല്പര്യമില്ലാത്തവര് എന്നൊരു വിഭാഗം നമ്മുടെ മുമ്പിലില്ല. എല്ലാവരിലും താല്പര്യമുണ്ടാക്കേണ്ടവര് എന്നൊരു വിഭാഗം മാത്രം. ഭാരതത്തില് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും എന്ന 2 വിഭാഗമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്, ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ രക്തം സർവരിലുമുള്ളത് കൊണ്ട് ഇതിൻ്റെ അവകാശം സർവർക്കുമുള്ളതാണ്. സ്വയം എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്, ആ വ്യക്തിയുടെ പ്രശ്നമാണ്. ഓരോ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളവും ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളവും ഈ പൈതൃകം സർവജനങ്ങളിലും എത്തിക്കാൻ സാധിക്കണം. സർവ കുടുംബത്തിലും ഇത് വിളങ്ങണം. മഹാഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായ 680 പരം ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത പഠിച്ചാൽ മാത്രമേ ഒരു വ്യക്തി ഭാരതീയനായി തീരുകയുള്ളൂ എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും വേണം. ചിരപുരാതനമായൊരു ധർമ്മം നിത്യനൂതനമായി പ്രവഹിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഭാരതീയ ചിന്താധാരയുടെ മിഷനറിയായി അനുനിമിഷം പ്രവർത്തിക്കണം. വിദേശ മതചിന്താധാരകൾ, വിദേശ ചിന്താധാരകൾ ഭാരതീയൻ്റെ മനസ്സിനെ മലിനീകരിക്കാൻ അനുവദിക്കരുത്. ഭാരതീയ സംസ്കൃതിക്ക് അവയെ എല്ലാം തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കും. അവയുടെ നന്മകൾ മുഴുവനും സ്വീകരിക്കാൻ സാധിക്കും. ഒരു ദൈവത്തെയോ ഒരു ഗ്രന്ഥത്തെയോ സ്വീകരിക്കാൻ ഭാരതീയർ ഒരിക്കലും മടിച്ചിട്ടില്ല. പക്ഷേ സ്വയം മാറി നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ധർമ്മത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിന് കാരണമാകുമെന്നുള്ളത് കൊണ്ട് ഈ ഭാരതമാതാവിൻ്റെ പ്രിയപുത്രന്മാരുടെ ചൈതന്യവത്തായ ധർമ്മം എന്നുമെന്നും ഭൂമണ്ഡലത്തിൽ നിലനിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും സ്വന്തം കർമ്മം, സ്വന്തം ധർമ്മം, രാഷ്ട്രസേവ, ധർമ്മസേവ നടത്താൻ ജഗദീശ്വര അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് 6 കാസറ്റിലൂടെ ഈ ഭഗവത്ഗീതയുടെ പവിത്രമായ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. വിനീത പ്രണാമത്തോടെ ഭാരതീയമായ സർവചിന്താധാരകളും ഇപ്രകാരം ഓഡിയോ കാസറ്റിലൂടെയും CD-യിലൂടെയും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ടായിരിക്കും. 21-ാം നൂറ്റാണ്ടിൻ്റെ ധർമ്മം ലോകജനതയ്ക്ക് എത്തണം. അതിന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം.